ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2016 ഒരു ചൈനീസ് മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ലോസ്റ്റ് ഇൻ ടു വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വൺ ലൈൻ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ ഇൻട്രസ്റ്റ് കളയത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു വലിയ ആറിങ്ങനെ കാണിക്കുകയാണ്. അതുപോലെ ഈ ഒരു സ്റ്റോറി നടക്കുന്ന കാലഘട്ടം മഞ്ഞ് കാലഘട്ടം ആയതുകൊണ്ട് ഈ ആറിന്റെ മുകളിലെല്ലാം ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതേ സമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഐസിന് മുകളിലൂടെ ഒരു കാറ് നല്ല സ്പീഡിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല കാർ അവിടെ കൊണ്ട് നിർത്തുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ ഈ മൂവിലെ കില്ലറാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ കില്ലറിന്റെ മുഖം വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് കില്ലർ ആ ഒരു കാർ അവിടേക്ക് കൊണ്ട് നിർത്തിയിട്ട് കാറിന്റെ പുറകു വശം തുറക്കുമ്പോഴത്തേക്കും അതിനകത്ത് കില്ലർ കടത്തിക്കൊണ്ട് വന്ന ഒരുത്തൻ ഇങ്ങനെ കിടക്കുന്നു. ഇവനെ എന്തായാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജോൺ എന്ന് വിളിക്കാം. അങ്ങനെ ഈ ഡോർ തുറക്കുന്നത് നമ്മുടെ കില്ലറിനെ തള്ളിക്കളഞ്ഞിട്ട് ജോൺ ഈ മഞ്ഞിലൂടെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുകയാണ്. പക്ഷെ എത്ര ദൂരം ഓടിയാലും ഒരു കാര്യമില്ല. കാരണം കിലോമീറ്ററോളം മഞ്ഞുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കാണ്. അതുമല്ല ജോൺ ആണെങ്കിൽ തണുപ്പ് സമയത്ത് ധരിക്കുന്ന ആ ഒരു വസ്ത്രം ഇട്ടിട്ടില്ല, അതേപോലെ തന്നെ കാലിൽ ഷൂ ഇട്ടിട്ടില്ല. എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഈ മഞ്ഞിലൂടെ ഓടാനായിട്ട്. അതേസമയം നമ്മുടെ കില്ലർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവനോടുന്നെങ്കിലും ഓടട്ടെ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഒരു 6 മെഷീൻ ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു ഐസ് സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് ജോൺ ആണെങ്കിൽ ഇപ്പോൾ ഓടി താഴെ വന്ന് വീഴുന്നതും ഒരു വലിയ കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ജോണിന്റെ തോളിലേക്ക് അങ്ങനെ കുത്തിയിറക്കി ആ കമ്പി വെച്ച് തന്നെ അവനെ വലിച്ചെടുത്തിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തല്ലോ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഈ ഐസിന്റെ താഴെയുള്ള വെള്ളത്തിലേക്ക് ആ ഒരു ആറിലേക്ക് ജോണിനെ എടുത്തങ്ങ് ഇടാണ്. എന്നിട്ട് അവൻ താഴെ വീഴുന്നതും ആ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗം വീണ്ടും എടുത്ത് അതിന്റെ മുകളിലേക്ക് വെച്ച് അങ്ങ് അടയ്ക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ജോൺ ആണെങ്കിൽ വെള്ളത്തിന് മുകളിലേക്ക് ചിലപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം തള്ളി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 6 മെഷീൻ എടുത്ത് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഐസിന്റെ മുകളിലും വെച്ചിട്ട് അങ്ങനെ പ്രസ് ചെയ്യുന്നതും ആ ഒരു 6 മെഷീന്റെ സീലുണ്ടല്ലോ അത് അതിൽ പതിയുകയും ചെയ്യുന്നു. അതേസമയം വെള്ളത്തിനടിയിൽ കിടന്ന ജോണിന് ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോൺ എന്തായാലും അതിനകത്ത് വെച്ച് മരിക്കുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ആറിലെ മീനുകളുണ്ടല്ലോ അതെല്ലാം കൂടി വന്നിട്ട് അവന്റെ ശരീരം പതിയെ പതിയെ കഴിക്കാനും തുടങ്ങുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇതേപോലെ ഈ ഒരു ആറിൽ നിന്ന് ഒരു ശരീരം കിട്ടിയെന്ന് എല്ലാവരും അറിഞ്ഞിട്ട് പോലീസും ബാക്കി എല്ലാവരും അവിടേക്ക് വരും. അതേപോലെ തന്നെ ഈ ഒരു പട്ടണത്തിലെ പോലീസ് സ്റ്റേഷനിലെ ചീഫ് ഉണ്ടല്ലോ അയാളുടെ മകളുമായിട്ട് അവിടേക്ക് വരികയാണ്. അതേപോലെ ഈ ഒരു ആറിൽ ഈ ഒരു ശരീരം കണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു ഗ്രാമത്തിലെ തലവനാണ്. അപ്പൊ അയാളോട് ഈ ഒരു ചീഫ് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ജോണിന്റെ ശരീരം കാണാനായിട്ട് അവന്റെ ശരീരം കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെന്ന് ആ ഒരു ഐസ് മൊത്തത്തിൽ തൂക്കി മുകളിലേക്ക് വെക്കാനായിട്ട് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാപ്റ്റന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരാളെ കൊന്നിട്ടുള്ളത് ഇവിടെ വെച്ചല്ല. കാരണം ഇയാളെ കൊന്നത് ഇവിടെ വെച്ചാണെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് ഇവന്റെ ശരീരം ഇടാനായിട്ട് ആ ഒരു ഭാഗം എന്തായാലും കട്ട് ചെയ്തിരിക്കണം. പക്ഷെ അതുപോലെ ഒരു പാടും ഈ ഒരു പ്രദേശത്ത് എവിടെയും കണ്ടുകിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടല്ല മറ്റൊരിടത്ത് വെച്ചിട്ടാണ് ഇയാളെ കൊന്നിട്ടുള്ളത്. ആ ഒരു ശരീരം പതിയെ ഒഴുകി ഒഴുകി ഈ ഒരു വശത്തേക്ക് വന്നതാണെന്ന് നമ്മുടെ ക്യാപ്റ്റൻ മനസ്സിലാക്കും. അങ്ങനെ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ക്യാപ്റ്റൻ കൂടെ ഒരു ലേഡി പോലീസുകാരിയുണ്ട് അവളെയും വിളിച്ചിട്ട് ആ ഒരു ഭാഗത്തെല്ലാം കുറച്ച് ദൂരെയായിട്ട് അങ്ങനെ നടന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇതേപോലെ ആ ഒരു ഐസ് കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഇവർ കണ്ടുപിടിക്കുന്നത്. അതുമല്ലാതെ ആ ഒരു കില്ലറ് അയാളെ കൊന്നിട്ട് വലിച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് രക്തം പറ്റിയിരുന്നല്ലോ ആ ഒരു രക്തവും അവിടെ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അയാളെ കൊന്നതെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് മരിച്ച ജോണിന്റെ ശരീരം കാണാനായിട്ട് അട്ടോപ്സി എല്ലാം ചെയ്യുമല്ലോ അവിടേക്ക് ഇങ്ങനെ ചെല്ലാണ്. അതുമല്ല അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ആ ആറ്റിലെ മീനുകളെല്ലാം ഇയാളുടെ ശരീരം ഒരുപാടായിട്ട് കടിച്ച് ഇല്ലാതാക്കിയത് കൊണ്ട് വ്യക്തമായിട്ട് ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല. ഏകദേശം 40 വയസ്സുള്ള ഒരാളാണെന്ന് മാത്രം അറിയാം. പക്ഷേ ജോൺ എന്നുള്ള പേര് നമുക്കത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ പറഞ്ഞത്. അതുമല്ല ഇപ്പോഴേക്കും മരിച്ചത് ഒരാണാണെന്ന് മാത്രം അറിയാം. കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ എന്ന് ആ ഒരു ഡോക്ടർ നമ്മുടെ ക്യാപ്റ്റനോട് ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു നാട്ടിൽ നിന്ന് ഈ ഒരു നാട്ടിലേക്ക് വരുന്ന ഒരു പോലീസുകാരനെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ. അതുമല്ല ഹീറോയെ കാണിക്കുമ്പോൾ തന്നെ അവനിപ്പോ മറ്റൊരു ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു ലേഡിയുടെ ഭർത്താവിനെ ആരോ ഒരാൾ തട്ടിക്കൊണ്ട് പോയിട്ട് നിന്റെ ഭർത്താവിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ട് പണം ഇങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി ആ ഒരു ലേഡിയോട് പണവും കൊണ്ട് കിഡ്നാപ്പറിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവളെ ഫോളോ ചെയ്തിട്ട് ആ ഒരു കിഡ്നാപ്പറിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ കാറിന്റെ പുറകെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്താണ് ആ കിഡ്നാപ്പർ പെട്ടെന്ന് അവന്റെ പ്ലാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു ലേഡിയോട് പറയും പെട്ടെന്ന് അവിടെ കാർ നിർത്തി ഞാൻ പറയുന്നത് പോലെ ഒരു പാലത്തിന് മുകളിലേക്ക് കയറി വരാൻ പറയും. അപ്പൊ ഇത് കേൾക്കുന്നത് ആ ഒരു ലേഡി ആണെങ്കിൽ പെട്ടെന്ന് കാർ നിർത്തി പാലത്തിന് മുകളിലേക്ക് കയറി പോകുന്നതും ഇവരത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇവരെ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ നമ്മുടെ ഹീറോ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് കിഡ്നാപ്പർ പറയുന്നത് ഇതേപോലെ പാലത്തിന് മുകളിലേക്ക് വന്നെങ്കിൽ പാലത്തിനടിയിലൂടെ ഒരു ട്രക്ക് ഇപ്പൊ പോവും.
അതിന് പുറകിലായിട്ട് ആ ഒരു പണം അടങ്ങിയ ബാഗ് ഇടണം എന്ന് പറയുന്നതും അതേപോലെ ഒരു നീല ട്രക്ക് ഇങ്ങനെ വരുന്നു. ആ ഒരു സ്ത്രീ ആണെങ്കിൽ അത് കാണുന്നതും പണം എടുത്തിട്ട് ആ ഒരു ട്രക്കിലേക്ക് ഇടുന്നതും നമ്മുടെ കിഡ്നാപ്പർ ഇത്രയും വലിയ രീതിയിലൊരു ഐഡിയ ചെയ്യുമെങ്കിൽ ഹീറോ വെറുതെ ഇരിക്കോ? ഒരിക്കലുമില്ല. കാരണം പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരു ട്രക്കിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അപ്പോൾ ട്രക്കിലേക്ക് വീഴുന്നത് ആ ഒരു കിഡ്നാപ്പറോ അതേപോലെ തന്നെ ട്രക്കിന്റെ ഡ്രൈവറോ അറിയുന്നില്ല. അങ്ങനെ ആ ഒരു ട്രക്ക് ആണെങ്കിൽ നമ്മുടെ ഹീറോയും കൊണ്ട് അവിടെ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവസാനം വേറെ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നതും പണം എടുക്കാന്ന് പറഞ്ഞിട്ട് ചാടി ചാടി വരുന്ന നമ്മുടെ കിഡ്നാപ്പർ ഓടി വന്ന് ഡോർ തുറക്കുമ്പോഴത്തേക്കും ദാ നിൽക്കുന്നു തോക്കും കൊണ്ട് നമ്മുടെ ഹീറോ. അവിടെയാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രക്കിന്റെ ഡ്രൈവർ തന്നെയാണ് ആ ഒരു കിഡ്നാപ്പർ. അവനാണെങ്കിൽ മുഖത്ത് ഇപ്പോൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് പണം എടുക്കാന്ന് പറഞ്ഞിങ്ങനെ വരുന്നത് തോക്കും കൊണ്ട് നിൽക്കല്ലേ ഹീറോ. പക്ഷേ ഹീറോയെ തട്ടിക്കളഞ്ഞ് അവൻ പെട്ടെന്ന് അടുത്തുള്ള ഒരു ബൈക്ക് കൊടുത്തിട്ട് ഒരൊറ്റ പോക്ക്. പക്ഷേ വീടോ ആ പാലത്തിന്റെ മുകളിൽ നിന്നും ഇതിന്റെ മുകളിലേക്ക് ചാടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന് ഇവനെ ചേസ് ചെയ്ത് പിടിക്കാമെങ്കിൽ ബൈക്ക് കയറി പോയി കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാന്നാണോ? ഒരിക്കലുമില്ല. വേറൊരു കുറുക്ക് വഴി അവന്റെ മുന്നിലേക്ക് എത്താനുള്ള മറ്റൊരു വഴിയെ ഓടി വന്ന് ചാടി ഒരു ഒറ്റ ചവിട്ട് കിഡ്നാപ്പറിനെ ചവിട്ടി താഴെ കിട്ടിട്ട് അവനെ പിടിച്ച് രണ്ട് ഇടി പിടിച്ച്. അങ്ങനെ ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാല് ഈ ഒരു കിഡ്നാപ്പർ ആരെയും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. എന്താണ് കഥയെന്നല്ലേ? ഈ ഒരു കിഡ്നാപ്പറും അതേപോലെ തന്നെ ഇപ്പൊ ഭർത്താവിനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് പണം കൊണ്ട് വന്നല്ലോ ആ ഒരു ലേഡിയും കാമുകന്മാരാണ്. എന്താണെന്ന് വെച്ചാല് അവളുടെ ഭർത്താവ് സത്യം പറഞ്ഞാല് വിദേശത്ത് എവിടെയോ എന്തൊരു യാത്ര പോയിരിക്കുകയാണ്. ആ ഒരു അവസരം നോക്കിയിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കാമുകന്മാർക്ക് രക്ഷപ്പെടാന്നും പറഞ്ഞിട്ട് തന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ഒരു നാടകം നടത്തി ആ ഒരു പണം ഇവർക്ക് രണ്ടുപേർക്കും അടിച്ചുകൊണ്ട് പോകാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് പോയ ഇവളുടെ ഭർത്താവിന് എന്തായെന്ന് ഹീറോയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ പോലീസ് ക്യാപ്റ്റനുള്ള ആ ഒരു നാട്ടിലേക്ക് ഹീറോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ക്യാപ്റ്റനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഡോക്ടർ മരിച്ചുപോയ ജോണിന്റെ ശരീരം നല്ല രീതിയിൽ പരിശോധിക്കുമ്പോൾ ജോണിന്റെ വയറിനുള്ളിൽ നിന്നും മെർക്കുറി കോമ്പൗണ്ട് അടങ്ങിയ ഒരു ലിക്വിഡ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ഈ ഒരു ഫാക്ടറിയിൽ നിന്നും വരുന്ന അഴുക്ക് വെള്ളം ഉണ്ടല്ലോ, അതിലായിരിക്കും ഈ ഒരു ലിക്വിഡ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഒരു ഗ്രാമത്തിൽ അങ്ങനെ ഒരു ഫാക്ടറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫാക്ടറി ഉണ്ട്, പക്ഷെ ഇപ്പോൾ അത് വർക്കിങ്ങിലല്ല. അങ്ങനെ ഇത് നമ്മുടെ ക്യാപ്റ്റൻ മനസ്സിലാക്കുന്നതും ആ ഒരു ഗ്രാമ തലവനുണ്ടല്ലോ അയാളെ വിളിച്ച ആ ഒരു ലേഡി പോലീസുകാരി ഉണ്ടല്ലോ, ആ ലേഡി പോലീസ് ഓഫീസറെ നമുക്ക് എന്തായാലും ജിയാന്ന് വിളിക്കാം. അങ്ങനെ ഇവര് മൂന്നുപേരായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിലുള്ള മറ്റൊരു പയ്യനാണ് ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ എന്തായാലും നമുക്ക് ലീ എന്ന് വിളിക്കാം. ഇവരിപ്പോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫാക്ടറിയുടെ അടുത്തേക്കാണ്. അതുമല്ല പോകുന്ന സമയത്ത് ആ ഒരു ഗ്രാമത്തലവനാണെങ്കിലും ഈ ഒരു ഫാക്ടറിയെ പറ്റി പറയുന്നുണ്ട്. 10 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങിയത്. അതുമല്ല ഫാക്ടറിയിൽ ആ ഒരു സമയത്ത് ജോലി ചെയ്തിരുന്ന എല്ലാവർക്കും അധിക ശമ്പളം കൊടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഈ ഒരു ഫാക്ടറി തുടങ്ങിയത് 4 പേരുടെ ഒരു പാർട്ണർഷിപ്പിലാണ്. ആ 4 പേരിൽ ഒരാൾക്ക് 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റ് സംഭവിച്ചു തന്റെ കുടുംബമായിട്ടൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അതിനുശേഷമാണ് ഈ ഒരു ഫാക്ടറി തന്നെ മൂടേണ്ടി വന്നത്. അതിനുശേഷം ഈ ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് ആരും അങ്ങനെ വരാറില്ല എന്നുള്ള കാര്യം നമ്മുടെ ക്യാപ്റ്റനോട് ഗ്രാമത്തലവൻ ഇങ്ങനെ പറയുന്നതും അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഗ്രാമത്തലവൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് ആരും വരത്തില്ലാന്ന്. പക്ഷേ ആ ഒരു ഫാക്ടറിയുടെ അടുത്ത് നിന്നും ആ ഒരു ആറിനടുത്തേക്ക് ആരോ നടന്നു പോയതായിട്ട് ഒരു കാൽപ്പാടുകൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാൽപ്പാടുകൾ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ക്യാപ്റ്റനും ജിയയും ഒരുപാട് ദൂരം നടന്ന് അവസാനം ആ ഒരു കാൽപ്പാടുകൾ അവസാനിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു ഐസിനടിയിലായിട്ട് ആറില് ഒരാളുടെ ശരീരം ഇങ്ങനെ കാണുന്നത്. ആ ഒരാളുടെ ശരീരവും തലകീഴായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ മരിച്ച ആളെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തായാലും അയാളെ സാം എന്ന് വിളിക്കാം. അങ്ങനെ രണ്ടാമത് മരിച്ച സാമിന്റെ ശരീരവും ഓട്ടോപ്സി എല്ലാം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡോക്ടർ വീണ്ടും ആദ്യം ജോണിന്റെ ശരീരത്തിൽ നിന്ന് ഇതേപോലെ മെർക്കുറി ലിക്വിഡ് കിട്ടിയിരുന്നല്ലോ, അതേപോലെ ലിക്വിഡ് ഇവന്റെ വയറ്റിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 2 കൊലകളും നടത്തിയിട്ടുള്ളത് ഒരാൾ തന്നെയാണെന്ന് ഇവരിങ്ങനെ മനസ്സിലാക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റന്റെ ആ ഒരു നാട്ടിലേക്ക് ഹീറോ വരുന്നതും നമ്മുടെ ഹീറോ ഒരു നാട്ടിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് ആ ഒരു പെണ്ണിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ആ ഒരു ഭർത്താവിനെ നമുക്ക് മാർക്ക് എന്ന് വിളിക്കാം. അങ്ങനെ മാർക്കിനെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഹീറോ ആ ഒരു പട്ടണത്തിലേക്ക് വരുന്നതും ഹീറോ ആ ഒരു പട്ടണത്തിലേക്ക് വന്നിറങ്ങിയത് പോലില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോയുടെ ഫോണ് ഒരുത്തൻ അങ്ങനെ മോഷ്ടിച്ചിട്ട് അവന്റെ ഫോട്ടോയും എടുത്തിട്ട് ഓടുന്ന സമയത്താണ് ഷടാ എവിടെ ചെന്നാലും പ്രശ്നം തന്നെയാണല്ലോ, ഇവൻ എന്റെ ഇന്ന് കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെയും വെറുതെ വിടാതെ അവന്റെ പുറകെ ഫോളോ ചെയ്ത് ഒരിടത്ത് എത്തുമ്പോഴത്തേക്ക് അവനെ നല്ല ഇതിൽ പിടിച്ച് നല്ല ഇടി പിടിച്ച് മൂക്കിൽ നല്ല രക്തവും വന്ന് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടേക്ക് വന്ന പോലീസുകാർ നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനാണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരെയും പിടിച്ച് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ വന്നിട്ടാണ് ഹീറോ ഇതേപോലെ നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയെ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ട് ക്യാപ്റ്റന്റെ കാറിലേക്ക് കൊണ്ട് ഇരുത്തുമ്പോഴത്തേക്കും ക്യാപ്റ്റന്റെ മകളെ കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങും. അതുമല്ല ആദ്യ കാഴ്ചയിൽ തന്നെ രണ്ടുപേരും പ്രേമമൊന്നുമല്ല, രണ്ടുപേരും സഹോദരനായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ രണ്ടുപേരും അങ്ങ് ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ക്യാപ്റ്റനോടൊപ്പം ക്യാപ്റ്റന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെയുള്ള നോട്ടീസ് ബോർഡിൽ ഇതുവരെ ഈ ഒരു പട്ടണത്തിൽ നടന്ന ആ 2 കൊലപാതകങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റി നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്.
അതുമല്ല നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് വന്നത്. ഈ ഒരു കേസ് കാണുന്നത് ഇപ്പോഴാണ്. അത് കാണുമ്പോൾ തന്നെ ഹീറോ പെട്ടെന്ന് ഈ ഒരു കേസിൽ ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് നമ്മുടെ ജിയോട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതറിഞ്ഞ നമ്മുടെ ക്യാപ്റ്റൻ ഹീറോയോട് ചോദിക്കും, നീ ഈ ഒരു നാട്ടിലേക്ക് പുതുതായിട്ടാണ് വന്നത്, അല്ല ഈ ഒരു കേസിനെ പറ്റി നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവിടെയാണ് നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം പറയുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ, അതുമല്ല ആ ഒരു ഫാക്ടറി നടത്തിയത് 4 പേരുടെ പാർട്ണർഷിപ്പിലാണെന്ന് പറഞ്ഞിരുന്നു. ആ 4 പേരിലെ നമ്മുടെ ഹീറോ അന്വേഷിച്ചു വന്ന മാർക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതുമല്ല മാർക്കാണെങ്കിൽ പഴയ പാർട്ട്നേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവന്റെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മാർക്കിനെ കാണാതായതും ആ 2 പേരും മരിച്ചതിലും അതേപോലെ തന്നെ ആ ഒരു ഫാക്ടറി തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഫാക്ടറി പോയി നോക്കിയാലോ എന്ന് നമ്മുടെ ക്യാപ്റ്റനോട് പറയുന്നതും അന്ന് രാത്രി തന്നെ കാണിക്കുമ്പോഴത്തേക്കും ആഹാ കാണാതെ വീട്ടിലെ മാർക്ക് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനെ ഇപ്പൊ കാണിക്കുകയാണ്. അവനെ ആ ഒരു കില്ലർ ഇതേപോലെ പിടിച്ച് ആദ്യത്തെ 2 പേരെ കൊന്നല്ലോ, അവരെ കൊന്നതുപോലെ തന്നെ ഈ ഒരു മാർക്കിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ബേസ്മെന്റിനകത്ത് അവനെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫാക്ടറിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമത്തിലെ തലവനെ കണ്ടിട്ട് അയാളുടെ സഹായം ചോദിക്കാന്ന് പറഞ്ഞ് അവിടേക്ക് ഇവരെല്ലാവരും കൂടി പോകുന്ന സമയത്ത് അവിടെ ലീയും അതേപോലെ തന്നെ ലീയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് നമുക്ക് എന്തായാലും ഒരു പേര് കൊടുക്കാം, അവന്റെ പേര് ജാങ് എന്നാണ്. ഇവര് 2 പേരും മാത്രമല്ലാതെ ആ ഒരു ഗ്രാമത്തലവന്റെ മകനും ഇവരോടൊപ്പം തന്നെ ഉണ്ട്. അതുപോലെ അതൊരു ചെറിയ പയ്യനും കൂടിയാണ്, ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു പയ്യൻ, വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരെയും കണ്ടിട്ട് അവരോടെല്ലാവരുടെ ഒരുപാട് നേരം സംസാരിച്ച് നമ്മുടെ ഹീറോ ആ ഒരു ഗ്രാമത്തലവനെ കൂട്ടി ഇപ്പോഴും വണ്ടി ഓടിക്കുന്നത് ലീ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ, ഹീറോ, ഗ്രാമത്തലവൻ, ലീ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഫാക്ടറിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ ഒരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ അത് ഒഴുക്കി വിടാനായിട്ടുള്ള ആ ഒരു പൈപ്പ് ലൈൻ ഉണ്ടല്ലോ അതിനടുത്തായിട്ട് കാർ നിർത്താനായിട്ട് നമ്മുടെ ഹീറോ ലീയോട് ഇങ്ങനെ പറയാണ്. അവിടേക്ക് വന്ന് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ നാളെ ആയാലും ഈ ഒരു പൈപ്പ് ലൈൻ വന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞിരിക്കും, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ എന്തായാലും അത് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ക്യാപ്റ്റനും അവിടേക്ക് ഇറങ്ങി. അതിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ വെച്ചാണ് കില്ലർ ഇത്രയും പേരെ കൊല്ലാനായിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടല്ലോ അതെന്താണെന്ന് ഇവർക്ക് ഇപ്പോ മനസ്സിലായി തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോ കാണുന്ന ഈ ഒരു പൈപ്പ് ലൈൻ ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ പൈപ്പ് ലൈൻ പരിശോധിച്ച് അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നോക്കാനായിട്ട് ആളുകൾ വരുമല്ലോ, അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു പൈപ്പ് ലൈനാണിത്. പക്ഷെ യഥാർത്ഥമായിട്ടും ആ ഒരു ഫാക്ടറിയിലെ വേസ്റ്റ് എല്ലാം ഒഴുകിക്കളയാനായിട്ടുള്ള പൈപ്പ് ലൈൻ ഭൂമിക്ക് അടിയിലൂടെയാണ് വിട്ടിരിക്കുന്നത്. അതുമല്ലാതെ ഫാക്ടറിയിലെ ആ ഒരു വേസ്റ്റ് എല്ലാം ഈ ഒരു പൈപ്പ് ലൈനിലൂടെ ഈ ഗ്രാമത്തിലെ ആളുകളെല്ലാം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വലിയ ആറുണ്ട്, ആ ഒരു ആറിലേക്കാണ് ഈ ഒരു പൈപ്പ് ലൈൻ പോയിട്ടുള്ളതും. അതുമല്ല ആ ഒരു വെള്ളം കുടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളെല്ലാം ഇതേപോലെ അസുഖങ്ങളെല്ലാം ബാധിക്കുന്നതും ആ ഒരു ഗ്രാമത്തലവന്റെ മകനെയാണ് കണ്ടല്ലോ വീൽ ചെയറിലിരിക്കുന്നത് ആ ഒരു രീതിയിലാവുന്നതും. അതുമല്ലാതെ നമ്മുടെ കില്ലർ ആദ്യമായിട്ട് 2 പേരെ കൊന്നിരുന്നല്ലോ, ജോണും സാമും. അവര് 2 പേരും ഈ ഒരു കമ്പനിയിലെ 4 പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവരിലെ 2 പേരാണ്. അതുമല്ലാതെ ഇതിനകത്ത് 3ാമത്തെ ആള് മാർക്ക്, അവനെവിടെ പോയെന്ന് ഇപ്പോഴും ഇവർക്ക് അറിയത്തില്ല, കാരണം നമ്മുടെ കില്ലർ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതേപോലെ 4ാമത്തെ ആൾക്കാണെങ്കിൽ 10 വർഷങ്ങൾക്ക് മുന്നേ കുടുംബത്തോടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അതിൽ അയാളുടെ ഭാര്യയും മകനും മരിച്ചുപോയി. അതുകൊണ്ട് 4ാമൻ സ്പെയിനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സ്പെയിനിലെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുമല്ലാതെ ഏത് ആറിലേക്കാണോ ആ ഒരു അഴുക്ക് വെള്ളം ഒഴുക്കി വിട്ടത് ആ ഒരു ആറിൽ തന്നെയാണ് ആദ്യത്തെ ആള് ജോൺ ഉണ്ടല്ലോ അയാളുടെ ശരീരം കിട്ടിയിട്ടുള്ളത്. അതുമല്ലാതെ അവന്റെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിച്ച ആ ഒരു മെർക്കുറി ഉപയോഗിച്ചിട്ട് ആ ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും 2ാമത്തെ ആളെ കൊന്ന ആ ഒരു സ്ഥലം ആ ഒരു കില്ലർ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന രീതിയിൽ ഒരു ക്ലൂവും വിട്ടിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. അതുമല്ലാതെ 2ാമത് മരിച്ച സാം എന്ന് പറഞ്ഞ അവന്റെ ശരീരം ആ ഒരു വെള്ളത്തിനടിയിൽ തലകീഴായിട്ടാണല്ലോ കിടന്നിരുന്നത്. അവന്റെ ആ ഒരു ശരീരത്തിന് എതിർവശത്തായിട്ട് തന്നെയാണ് ആ ഒരു ഇല്ലീഗലായിട്ട് ഒരു പൈപ്പ് ലൈൻ ഇട്ടിരുന്നല്ലോ ആ ഒരു പൈപ്പ് ലൈന് ഉണ്ടായിരുന്നത്. അതുമല്ലാതെ 2ാമത് മരിച്ച സാമിന്റെ ശരീരത്തിൽ നിന്ന് ഇതേപോലെ മെർക്കുറി കണ്ടന്റ് ഇവർക്ക് കിട്ടിയിരുന്നല്ലോ. അതുമല്ല ഫാക്ടറിയിൽ നിന്ന് വരുന്ന ആ ഒരു അഴുക്ക് വെള്ളത്തിലാണ് ഈ ഒരു മെർക്കുറി കണ്ടന്റ് അധികമായിട്ടുള്ളത്. അത് കുടിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ജനിക്കുന്ന ആ ഒരു കുട്ടികൾക്കായാലും അസുഖത്തോടെ തന്നെ അവർ ജനിച്ചു വീഴുന്നതും. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവർക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാല് ആ ഒരു അഴുക്ക് വെള്ളം വന്നിട്ട് ഈ ഒരു ആറിൽ കലർന്നത് കൊണ്ട് അത് കുടിച്ചിട്ട് ഇതേപോലെ ഏതോ ഒരു അസുഖം ബാധിച്ച ആരോ ഒരാളാണ് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഇവർക്കിപ്പം മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരു ഗ്രാമത്തിലുള്ള ആരോ ഒരാളായിരിക്കണം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നമ്മുടെ ക്യാപ്റ്റനും ഹീറോയും ഏകദേശം മനസ്സിലാക്കും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ന്യൂ ഇയറിന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു നാട്ടിലൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതുമല്ല അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വെളിനാട്ടുകളിലേക്കെല്ലാം പോയവര് ആ ഒരു ദിവസം എല്ലാവരും കറക്റ്റ് ആയിട്ട് ഇവിടേക്ക് വരും. അപ്പൊ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ കില്ലറിനെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കില്ലറിനെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ക്ലൂ എങ്കിലും കിട്ടുമെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയും ക്യാപ്റ്റനും ആ ഒരു പാർട്ടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള സഹായങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു. അതുമല്ല കില്ലറെ കണ്ടുപിടിക്കാൻ വന്നിട്ട് ഇപ്പോൾ കുട്ടികളോടൊപ്പം നല്ല രീതിയിൽ കളിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഇവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ക്യാപ്റ്റന്റെ മകൾ അവിടേക്ക് വരുന്നത്. അപ്പൊ ക്യാപ്റ്റൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ മോളെ, നിന്നോട് ഞാൻ വീട്ടിലിരിക്കാനല്ലേ പറഞ്ഞത്, ഇത്രയും നല്ല തണുപ്പത്ത് നീ എന്തിനാ വെറുതെ വെളിയിലേക്ക് ഇറങ്ങി വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അതൊന്ന് കാര്യാക്കാതെ ചിരിച്ചിങ്ങനെ നിൽക്കാണ്.
അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ രാത്രിയിൽ ആ ഒരു പാർട്ടി സ്റ്റാർട്ട് ആവുന്നു. അവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലീയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജാങ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കോമാളികളെ പോലെ വേഷമെല്ലാം മാറിയിട്ട് അവിടെ നിന്ന് എല്ലാ കുട്ടികളെ ഇങ്ങനെ കളിപ്പിച്ച് ചിരിച്ചെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്റെ ഫോണിലും ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോസ് എല്ലാം എടുത്തിട്ട് ബാത്റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ വെളിയിലേക്ക് വരാണ്. അടുത്തായിട്ട് ഒരു ചെറിയ വെയർ ഹൗസ് ഉണ്ട്. വെളിയിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ഹീറോ ഒരു പോലീസുകാരനാണല്ലോ, അതുകൊണ്ട് എന്തായാലും ആ ഒരു വെയർ ഹൗസും അവിടെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഫോട്ടോ എടുത്തിട്ട് ബാത്റൂമിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് മറ്റൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെയർ ഹൗസിന്റെ താഴെയായിട്ടാണ് കില്ലർ മൂന്നാമനായിട്ടുള്ള മാർക്കിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ മുകളിലൂടെ ആരും നടന്നു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മാർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ശബ്ദം ഉണ്ടാക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പാർട്ടി നടക്കുന്ന ഹാളിലെ ബഹളം ഇത് കാരണം മുകളിലൂടെ നടന്നു വരുന്നത് നമ്മുടെ ഹീറോ. അവനാണെങ്കിൽ താഴെ നിന്നുള്ള ആ ഒരു ശബ്ദമൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. മാർക്കാണെങ്കിലും തന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ എല്ലാം ശബ്ദം ഉണ്ടാക്കി നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു ശബ്ദം ഒന്നും കേൾക്കാതെ അവിടെ നിന്ന് വീണ്ടും പാർട്ടി നടക്കുന്ന ആ ഒരു ഹാളിലേക്ക് തന്നെ ഇങ്ങനെ പോവാണ്. അതേസമയം പാർട്ടി നടക്കുന്ന ആ ഒരു ഹാളിൽ കാണിക്കുമ്പോൾ നമ്മുടെ ലീയും ജാങ്ങും എല്ലാവർക്കും ഈ കേക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന അതേ സമയത്താണ് ലീയുടെ അടുത്തേക്ക് വന്ന നമ്മുടെ ക്യാപ്റ്റന്റെ മകള് ലീയുടെ കയ്യിൽ എന്തോ ഒരു പച്ച കുത്തിയിരിക്കുന്നതിനെ കാണും. എന്നിട്ടാണ് ലീയോട് ചോദിക്കുന്നത്, അല്ല സാധാരണ എല്ലാവരും കയ്യിൽ പേരോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പച്ച കുത്തുന്നത്, നീ എന്താ ഒരു ബന്ധമില്ലാതെ ഈ ഒരു നമ്പർ പച്ച കുത്തിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ലീ ഒരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് അവന്റെ വീട്ടിലൊരു ഫയർ ആക്സിഡന്റ് നടന്നിരുന്നു. ആ ഒരു ആക്സിഡന്റിൽ അവൻ ഒഴിച്ച് വീട്ടിലുള്ള ബാക്കി എല്ലാവരും മരിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ ഒരു ഓർഫനേജിലാണ് വളർന്നിരുന്നത്. ആ ഒരു സമയത്ത് ആരെന്നേ അറിയാത്ത ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് ഓർഫനേജിൽ സ്പോൺസർഷിപ്പ് എല്ലാം നടത്തിയിരുന്നത്. അതുമല്ലാതെ ഓർഫനേജിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഒരിക്കലും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അതുമല്ല അയാളുടെ അഡ്രസ്സിലേക്ക് ലെറ്ററെല്ലാം അയച്ചിരുന്നു, പക്ഷെ അയാളാണെങ്കിൽ എന്നെ കാണാനായിട്ട് സമ്മതിച്ചിരുന്നതുമില്ല. അതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓർഫനേജിലേക്ക് എനിക്ക് ഏത് സീരിയൽ നമ്പറാണ് കൊടുത്തിരുന്നത് ആ ഒരു നമ്പർ തന്നെ എൻ്റെ കയ്യിൽ ഞാൻ പച്ച കുത്തിയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ലീ ഒരു സ്റ്റോറി പറയുന്നതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാർട്ടി ആണെങ്കിലും നല്ല രീതിയിൽ നടക്കുകയും ചെയ്യുന്നു. പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ പാർട്ടിയിൽ വെച്ചെടുത്ത ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഓരോ ഫോട്ടോസായിട്ട് എടുത്ത് ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കാണ് വെയർ ഹൗസിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് 1-2 ഫോട്ടോസ് എടുത്തായിരുന്നു. അങ്ങനെ അതിനകത്ത് വെച്ച ഫോട്ടോസ് എല്ലാം എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് കട്ടിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, പിന്നെ സിക്സാ മെഷീൻ ഇതെല്ലാം ഇരിക്കുന്നത് അവനിങ്ങനെ കാണുന്നത്. ഇവിടെ വെച്ചാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ വെയർ ഹൗസിലുള്ള സിക്സാ മെഷീനിലുള്ള ഒരു സീൽ എന്താണോ അതേ സീൽ തന്നെയാണ് ജോൺ എന്ന് പറഞ്ഞ ആദ്യത്തെ ആ ഒരാളെ കൊല്ലുന്ന സമയത്ത് കട്ട് ചെയ്ത ഐസ് പീസ് മൂടാൻ വേണ്ടിയിട്ട് സിക്സാ മെഷീൻ വെച്ചിട്ട് അതിന്റെ മുകളിൽ പ്രസ് ചെയ്തിരുന്നല്ലോ. അപ്പോഴത്തേക്കാണെങ്കിലും അതിന്റെ ആ ഒരു സീൽ അവിടെ പതിഞ്ഞിരുന്നു. ആ ഒരു സെയിം സീൽ തന്നെയാണ് ഇത്. അങ്ങനെയാണെങ്കിൽ കില്ലർ എന്തായാലും ആ ഒരു വെയർ ഹൗസിലെ സിക്സാ മെഷീൻ തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ഈ ഒരു കാര്യം ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അന്ന് രാത്രി തന്നെ ആ ഒരു വെയർ ഹൗസിന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഇവിടേക്ക് വരുന്നെന്ന് മനസ്സിലാക്കിയ നമ്മുടെ കില്ലർ ആ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മാർക്കിനെ എടുത്ത് ഇവരാരും കാണാതെ അവന്റെ വണ്ടിയിലിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോവാണ്. പക്ഷെ എന്തോ ഭാഗ്യം നമ്മുടെ ഹീറോ ആ ഒരു വണ്ടി കാണുന്നതും കില്ലറാണെന്ന് മനസ്സിലാക്കി ഇവരും അവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ കില്ലറാണെങ്കിലും അവനെ കൊണ്ട് നല്ല സ്പീഡിന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. എത്ര ദൂരം പോയാലും എന്തായാലും ഇവന് വെറുതെ വിടാൻ പോകുന്നില്ല, പുറകെ തന്നെ ഉണ്ട്. ഷടാ ഏത് വഴിയെ പോയാലും ഇവന്മാർ പുറകെ തന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ കില്ലർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ കാറിലെ ബാക്ക് സീറ്റിലേക്ക് പെട്രോൾ ഒഴിച്ച് അത് തീയിട്ടിട്ട് ഇവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കാർ അങ്ങനെ ഓടിച്ചിട്ട് പോയിട്ട് പെട്ടെന്ന് കില്ലർ വെളിയിലേക്ക് എടുത്ത് ചാടുന്നു. ഈ ഒരു കാറാണെങ്കിൽ നിയന്ത്രണം വിട്ട് നേരെ അടുത്തുള്ള ആ ഒരു ആറിലേക്ക് ഇടിച്ചങ്ങ് ഇറങ്ങുന്നതും. ഇപ്പോൾ കില്ലറിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല, കാരണം കാറിനകത്ത് ഒരാളുണ്ട്, അയാൾ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ഹീറോ ഒന്നും നോക്കാതെ നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. കാറാണെങ്കിൽ അടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോ വന്നിട്ട് ഡിക്കി തുറന്ന് അതിനകത്തുള്ള ആ ഒരാളെ വലിച്ച് പുറത്തേക്ക് എടുത്ത് മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇരുട്ടല്ലേ, അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതുമല്ല മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിലോ അവൻ ചെന്ന ആ ഒരു ഭാഗത്ത് ഐസായി പോയി, അതുകൊണ്ട് എങ്ങോട്ട് കയറണമെന്നും കഴിയത്തില്ല. ശ്വാസം മുട്ടാൻ തുടങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഭാഗ്യം നമ്മുടെ ക്യാപ്റ്റൻ എന്തായാലും മുകളിലുണ്ടല്ലോ, അതുകൊണ്ട് ക്യാപ്റ്റന്റെ ഒരു ടോർച്ച് അടിച്ച് അങ്ങനെ വരുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു വെട്ടം മനസ്സിലായി. ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മുകളിലേക്ക് കയറുന്നു. അതുമല്ലാതെ അയാളെയും കൂടി നേരെ ആശുപത്രിയിലേക്കും പോവാണ്. അതുമല്ല കില്ലർ തട്ടിക്കൊണ്ടുപോയ മാർക്കാണെങ്കിൽ കുറെ ദിവസമായിട്ട് ആഹാരം ഒന്നും കഴിക്കാതിരിക്കുകയല്ലായിരുന്നു. അതുമല്ല ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അതുകൊണ്ട് ഇതുവരെ അവന് ബോധം വന്നിട്ടില്ല. ഇപ്പൊ അവൻ കണ്ണു തുറന്നാൽ മാത്രമേ കില്ലർ ആരാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇവർ രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാപ്റ്റന് മറ്റൊരു കാര്യം ഇങ്ങനെ മനസ്സിലാവുന്നത്. കില്ലർ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളാണെന്ന് ഇവർക്ക് എന്തായാലും മനസ്സിലായി. അതുമല്ല മാർക്കാണെങ്കിൽ കില്ലർ ആരാണെന്നുള്ള കാര്യം ഇതുവരെ പോലീസിനോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ കില്ലറിനെ പറ്റിയുള്ള കാര്യം പോലീസിനോട് പെട്ടെന്ന് തന്നെ പറയും എന്നുള്ള ആ ഒരു കാര്യം ഗ്രാമത്തിലെല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ കില്ലറും ഇത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് മാർക്കിനെ കൊല്ലാനായിട്ട് ആശുപത്രിയിലേക്ക് വരും. ആ ഒരു അവസരത്തിൽ അവനെ എന്തായാലും തൂക്കിയെടുത്ത് അകത്തിടാന്നുള്ള രീതിയിൽ ഇവരൊരു പ്ലാൻ ഇങ്ങനെ ഇടുന്നതും ഗ്രാമത്തലവൻ ഇവരുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു കാര്യം നമ്മുടെ ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു കാര്യം എല്ലാവരോടും പോയി പറയുന്നതും
ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ ഗ്രാമത്തിലുള്ള എല്ലാവരോടും പോയി പറയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കില്ലറിനെ പിടിക്കുമെന്നും നിങ്ങൾ എന്തായാലും പറഞ്ഞേക്കെന്ന് പറയുന്നതും കറക്റ്റായിട്ട് ഇവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കില്ലർ ഒരു ഡോക്ടറിനെ പോലെ വേഷം മാറിയിട്ട് ഇതിനകത്തേക്ക് മാർക്കിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ വരികയാണ്. അതുമല്ല എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിച്ച് ഇപ്പോൾ പെട്ടെന്നകത്തേക്ക് കയറാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രിക്കകത്തെ ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് അവിടെ ഈ ഫയർ അലാം അത് ഓണാക്കി ഇടാൻ വേണ്ടി ആ ഒരു റൂമിനകത്ത് തീയെല്ലാം ഇട്ടിട്ട് ഒരു പുകയെല്ലാം വരുത്തി അവൻ ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു റൂമിനകത്തേക്ക് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് ഒരു മോപ്പിന്റെ കമ്പില് നൂലെല്ലാം വെച്ച് കെട്ടി ആ ഒരു ഡോറിൽ സെറ്റ് ചെയ്ത് വെച്ച് ആരെങ്കിലും വെളിയിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ലോക്ക് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവൻ പോകുന്നത്. കാരണം അവരങ്ങനെ ആ ഒരു റൂമിനകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്ന അത്രയും സമയം കൂടി നമ്മുടെ കില്ലറിന് ഇവനെ കൊല്ലാനായിട്ട് കിട്ടും. അങ്ങനെ ഇത്രയും പ്ലാൻ ചെയ്ത് നമ്മുടെ കില്ലർ അതേപോലെ തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഫയർ എല്ലാം ഓൺ ആവുന്ന അതേ സമയത്ത് നമ്മുടെ കില്ലർ ആണെങ്കിലും നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് മാർക്കിന്റെ റൂമിനകത്തേക്ക് കയറി ചെന്നിട്ട് അവനെ കൊല്ലാന്ന് പറഞ്ഞിങ്ങനെ ചെല്ലുന്നതും ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. വാടാ മോനെ, നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനും ഹീറോയ്ക്കും ഇതും കൂടി ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാല് അവിടെ കിടക്കുന്നത് മാർക്കല്ല, അത് നമ്മുടെ ഹീറോ തോക്ക് കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുന്നതും കില്ലറിന് വേറെ വഴിയില്ല. അതുകൊണ്ട് ഹീറോയെ തള്ളിക്കളഞ്ഞ് വെളിയിലേക്ക് ഓടുന്ന സമയത്ത് വെറുതെ ഇവിടം വരെ വന്നിട്ട് ഇവനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിടിയുടെ പൊന്നു മോനെ നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ ഹീറോയും ക്യാപ്റ്റനും ഒരു വിധത്തിൽ ആ ഒരു ആശുപത്രിക്ക് അകത്ത് വെച്ച് തന്നെ കില്ലറിനെ പിടിച്ച് അവന്റെ മുഖത്തുള്ള ആ ഒരു മാസ്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ അത് ആരാണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിയോടൊപ്പം ഉള്ള ഒരു സുഹൃത്തുണ്ടല്ലോ ജാങ് എന്ന് പറഞ്ഞിട്ട് അവനായിരുന്നു ഇത്. അങ്ങനെ അവനെ തൂക്കിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് ഈ ഒരു സ്റ്റോറി മാറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അവൻ ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാല് ഗ്രാമത്തിലുള്ള ആ ഒരു ഫാക്ടറി 4 പേര് പാർട്ണർഷിപ്പിൽ നടത്തുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുമല്ല അതിലൊരാൾക്കാണെങ്കിൽ 10 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറഞ്ഞു. ആ ഒരാളാണ് നമ്മുടെ ലീയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജാങ്. ഈ ഒരു കാര്യം ഇത്രയും കാലമായിട്ടും നമ്മുടെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അന്ന് ആക്സിഡന്റ് ആയിട്ടുള്ള ഇവന്റെ മുഖം വേറെയാണ്, ഇപ്പൊ ഇവനുള്ള ഈ ഒരു മുഖം അത് മറ്റൊരാളുടേതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ ജാങ്കിന്റെ മുഖമെല്ലാം നല്ല രീതിയിൽ മാറിയിരുന്നു. അതുപോലെ തന്റെ ഫാമിലിയും നഷ്ടപ്പെട്ടു. പിന്നെ എന്തിന് ഈ ഒരു ഗ്രാമത്തിൽ നിന്നിട്ട് അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി നല്ലതുപോലെ ജീവിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പരിചയപ്പെട്ടതാണ് ഇപ്പൊ ഇവനൊരു മുഖം വെച്ചിട്ടുണ്ടല്ലോ ആ ഒരുത്തനെ. അതുമല്ല അവനോടൊപ്പം കുറെ കാലം ജീവിച്ചതിന് ശേഷം ആ ഒരു ഫ്രണ്ട് മരിച്ചു. അങ്ങനെ ആ ഒരു ഫ്രണ്ടിന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി മൂലം ഇവന് മാറ്റിയിട്ട് ഇവന്റെ മുഖം എടുത്ത് ആ ഒരു ഫ്രണ്ടിനും കൊടുക്കും. അതിനുശേഷമാണ് ആ ഒരു മുഖവും വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ മുഖം മാറിയത് കൊണ്ടാണ് ഇവൻ ആരാണെന്നുള്ള കാര്യം നമ്മുടെ പോലീസുകാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തത്. അതുമല്ലാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10 വർഷങ്ങൾക്ക് മുന്നേ ഇവനൊരു ആക്സിഡന്റ് സംഭവിച്ചല്ലോ. ആ ഒരു ആക്സിഡന്റിന്റെ കാരണക്കാരെ അവന്റെ കൂടെയുള്ള ആ ഒരു 3 പാർട്ട്നേഴ്സ് ആയിരുന്നു. ആരാണെന്ന് വെച്ചാൽ ജോണ്, സാം, പിന്നെ മാർക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് അറിയാതെ ഇല്ലീഗലായിട്ട് ഇവർ ആ ഒരു വേസ്റ്റ് എല്ലാം തള്ളാൻ വേണ്ടി ഒരു പൈപ്പ് ഭൂമിക്കടിയിലൂടെ കുഴിച്ചിട്ടിരുന്നല്ലോ. ആ ഒരു കാര്യത്തെ പറ്റി ജാങ് മനസ്സിലാക്കിയിട്ട് അവരോട് പറയും ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്കും അവർ 3 പേരും അതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു 3 പേരും ഇവനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് ആ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവനാണെങ്കിൽ രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ആക്സിഡന്റ് കാരണം തന്റെ ഫാമിലി മരിച്ചു. തന്റെ കുടുംബത്തേക്കൊന്ന് അവരെ 3 പേരെ എന്തായാലും വെറുതെ വിടാൻ കഴിയോ? അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ലീയുടെ ഒരു ഫ്രണ്ടായിട്ട് മാറി അവന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഓരോരുത്തരെയായിട്ട് ഇവൻ കൊല്ലാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോയോടും ബാക്കിയുള്ളവരോടും പറയുന്നതും ജാങ്ങിന്റെ വീട്ടിലേക്ക് ലേഡി പോലീസ് ആയിട്ടുള്ള ജി ഉണ്ടല്ലോ, അവള് കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം എടുക്കാനായിട്ട് അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് കുറെ ഡോക്യുമെന്റ്സും ഫയൽസ് എല്ലാം ഇങ്ങനെ കിട്ടുന്നത്. അതുമല്ല ആ 3 പാർട്ടീസ് ഉണ്ടല്ലോ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് വീട്ടിൽ കോളിംഗ് ബെല്ല് ആരോ ഇങ്ങനെ അടിക്കുന്നു. ആരാണെന്നും പറഞ്ഞിട്ട് കഥ ചെന്ന് തുറക്കുമ്പോഴത്തേക്കാണ് അവന്റെ സുഹൃത്തായിട്ടുള്ള ലീ ആയിരുന്നു അത്. എന്താണെന്ന് വെച്ചാൽ ലീ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജാങ്ങിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. കാരണം അവനെ അറസ്റ്റ് ചെയ്തുള്ള കാര്യം ഇവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ലേഡി പോലീസ് ആണെങ്കിലും ആ ഒരു കാര്യം പറയത്തില്ല, അവൻ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല, ഇതേപോലെ എന്നോട് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് കുറച്ച് ഫയൽസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചെല്ലാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ലീ പറയും ഓക്കെ അത് ശരി, വരുന്ന വഴിക്ക് എന്റെ കാർ പഞ്ചറായി പോയി, തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിനെന്താ നീ എന്തായാലും വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ വരാമെന്നും പറയുന്നതും ജിയ അങ്ങനെ താഴേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ലീ പെട്ടെന്ന് അല്ല മേഡം നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയല്ലോ ആ ഒരു വെള്ളത്തിൽ വീണിട്ട്, എന്തിനാ അയാൾ വെറുതെ ആ ഒരു വെള്ളത്തിലേക്ക് പോയി ചാടുന്നത് എന്ന് നമ്മുടെ ലീ ഹീറോയ്ക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യം ഇങ്ങനെ തിരക്കുമ്പോഴത്തേക്കാണ് ആഹാ ഇവിടെ മറ്റൊരു ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ഇതേപോലെ വെള്ളത്തിലേക്ക് വീണ ആ ഒരു കാര്യം ജിയയ്ക്കും ക്യാപ്റ്റനും 1-2 പോലീസുകാർക്കല്ലാതെ വേറൊരാൾക്കും ഈ ഒരു കാര്യത്തെ പറ്റി അറിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ലീ എന്തായാലും ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവൻ ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജിയ അങ്ങനെ പേടിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് വരുന്നതും ജിയ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ലീ അങ്ങനെ വന്ന് അവളെ പിടിച്ച് അവളുടെ കൈ കാലെല്ലാം കെട്ടിയിട്ട് അവളെ ആ ഒരു ബേസ്മെന്റിലേക്ക് കൊണ്ടിടുന്നതിന് മുന്നേ അവൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു ഫയൽസ് മറ്റു കാര്യങ്ങളെല്ലാം അവൻ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫയലിൽ എന്ത് കണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ അത് കാണുന്നതും അവൻ പെട്ടെന്ന് ഷോക്കായിട്ട് നമ്മുടെ ജിയനെ പോലും ശ്രദ്ധിക്കാതെ അവളെ അവിടെ തന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ആ ഒരു കാർ കൊടുത്തിട്ട് നേരെ പോകുന്നത് ക്യാപ്റ്റന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ക്യാപ്റ്റന്റെ മകളെ പിടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് നമ്മുടെ ലീ പെട്ടെന്ന് ക്യാപ്റ്റൻ ഇതേപോലെ ഫോൺ ചെയ്യും.
ഫോണിനടുത്തുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ അല്ല, ഹീറോയാണ്. ക്യാപ്റ്റൻ ബാത്റൂമിലേക്ക് പോയതുകൊണ്ട് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ തന്നെ ലീ പറയും, ഇതേപോലെ എന്റെ ഫ്രണ്ടിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മകളെ ഞാൻ വെറുതെ വിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ജീവൻ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പറയുന്നതും ഹീറോ ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ക്യാപ്റ്റനോട് ഈ ഒരു കാര്യം പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എന്തായാലും അതിന് സമ്മതിക്കത്തില്ല. നീതി ന്യായം എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചോട് നിൽക്കും. അതുകൊണ്ട് ക്യാപ്റ്റനോട് പറയാതെ ജാങ്ങിനെ അങ്ങനെ കാറിലേക്ക് കയറ്റുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാപ്റ്റൻ ജനാലയിലൂടെ ഈ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ പെട്ടെന്ന് ഹീറോയെ വിളിച്ചിട്ട്, ഹേ ഹീറോ, നീ എന്താ ചെയ്യുന്നത്, അവൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ ഇതേപോലെ കാര്യം പറയും. ക്യാപ്റ്റൻ, നിങ്ങളുടെ മകളെ എന്തായാലും ലീ തട്ടി വെച്ചേക്കാണ്, അവൻ ഇപ്പോൾ അവന്റെ ബെസ്റ്റ് സുഹൃത്തിനെ വേണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഞാൻ അവിടേക്ക് പോവാണെന്നും പറഞ്ഞ് കാർ എടുത്തിട്ട് പോകുന്നതും നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിലും വെറുതെ ഇരിക്കുമോ, ക്യാപ്റ്റനും ഹീറോയുടെ പുറകെ തന്നെ പോവാണ്. അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ അങ്ങനെ ഹീറോയെ ഫോളോ ചെയ്ത് പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ജിയ പെട്ടെന്ന് അവിടെ നിന്ന് കെട്ടെല്ലാം അഴിച്ചിട്ട് ക്യാപ്റ്റനെ വിളിച്ച് ഇതേപോലെ ലീക്ക് സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ വെച്ചിരുന്ന ആ ഒരു ഫയൽസ് എല്ലാം അവൻ കണ്ടിരുന്നു. പക്ഷെ എന്ത് കണ്ടെന്ന് അറിയത്തില്ല, അവൻ ഇതേപോലെ കുറെ മാറ്റങ്ങളൊക്കെ വന്നു എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റൻ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ക്യാപ്റ്റൻ പറയും, ശരി, എനിക്ക് ഇപ്പൊ എന്തായാലും അത് നോക്കാൻ സമയമില്ല, നീ എന്തായാലും അത് എനിക്ക് അയച്ചു വിട്ടേക്ക് എന്നിങ്ങനെ പറയുന്നതും ജിയ ആണെങ്കിലും അത് ക്യാപ്റ്റന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ഇത്ര സ്പീഡിന് പോകുന്നത് തന്റെ മകളെ രക്ഷിക്കാനാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിനൊന്നുമല്ല, നേരെ വന്ന് നമ്മുടെ ഹീറോയെ തടഞ്ഞു നിർത്തിയിട്ട് അവനെ വിടാതെ പിടിച്ചു നിർത്തി രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കാണ്, അടിയൊക്കെ ഉണ്ടാക്കാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി ക്യാപ്റ്റനോട് എന്ത് പറഞ്ഞാലും ക്യാപ്റ്റൻ ഇത് കേൾക്കത്തില്ല എന്ന്. അതുകൊണ്ട് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് ആ ഒരു വിലങ്ങെടുത്തിട്ട് ക്യാപ്റ്റന്റെ കയ്യിലിട്ട് ഒരു ഭാഗം എടുത്ത് ആ ഒരു കാറിന്റെ ഡോറിലും പിടിച്ചിട്ടിട്ട് ഇവിടെ തന്നെ നിൽക്കെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു വഴിയെ വരുന്ന നമ്മുടെ ലീ ഉണ്ടല്ലോ, അവൻ ആ ഒരു കാറ് സ്പീഡിൽ കൊണ്ടുവന്നിട്ട് ക്യാപ്റ്റനെ കാണുന്നതും ഇവരെ രണ്ടുപേരും ഇടിച്ച് കൊല്ലാനായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ പെട്ടെന്ന് കാറിനടുത്ത് നിന്ന് മാറാനും കഴിയത്തില്ല, വിലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹീറോയെ തള്ളി മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടിട്ട് ക്യാപ്റ്റൻ പെട്ടെന്ന് ആ ഒരു കാറിനകത്തേക്ക് കയറി ഡോർ അങ്ങ് അടയ്ക്കുന്നതും അവൻ നേരെ കാർ കൊണ്ടുവന്നൊരു ഒറ്റ ഇടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാപ്റ്റനും ഹീറോയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ബോധമൊന്നുമില്ല. അതേസമയം ലീ ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ഹീറോയുടെ കാറിൽ കിടക്കുന്ന ജാങ് ഉണ്ടല്ലോ, അവനെ പിടിച്ച് നേരെ ഇവന്റെ കാറിലേക്ക് ഇട്ടിട്ട് അവനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നതും ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ പെട്ടെന്ന് കണ്ണു തുറന്ന് ക്യാപ്റ്റൻ എന്തെങ്കിലും പറ്റിയെന്ന് അറിയാൻ വേണ്ടി ക്യാപ്റ്റന്റെ അടുത്തേക്ക് വരുമ്പോൾ ക്യാപ്റ്റന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി രണ്ടുപേരും കാറും എടുത്ത് വീണ്ടും ലീയുടെ പുറകെ തന്നെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ജിയ ക്യാപ്റ്റൻ അയച്ചു കൊടുത്ത ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും മനസ്സിലാവുന്നില്ല, വെറുതെ വായിച്ചു വെച്ചിട്ട് നമ്മുടെ ലീയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നല്ല സ്പീഡിന് പോയിട്ട് രണ്ട് കാറും കൂട്ടിമുട്ടി ആക്സിഡന്റ് ആവുന്നു. അതുപോലെ ആക്സിഡന്റ് ആയ രണ്ട് കാർ നേരെ ചെന്ന് വീഴുന്നത് ആ ഒരു ഐസ് നിറഞ്ഞ ആറിന്റെ അടുത്തേക്ക് തന്നെയാണ്. എന്തായാലും മൂവി തുടങ്ങിയത് ഇവിടെ വെച്ചാണ്, അപ്പോൾ അവസാനിക്കേണ്ടതും ഇവിടെ വെച്ച് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ആ രണ്ട് കാറുകളും വന്ന് ഇറങ്ങുന്നു. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ഈ ആക്സിഡന്റ് ആയാലേ നമ്മുടെ ലീക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് വന്നിട്ട് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് തോക്കും വാങ്ങി ജോണിനെ സാമിനെ എങ്ങനെയാണോ കൊന്നത് ആ ഒരു ഐസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് ആ ഒരു രീതിയിൽ തന്നെ ജാങ്ങിനെയും കൊല്ലാനായിട്ട് ലീ ഇങ്ങനെ തീരുമാനിക്കുകയാണ്. എന്നിട്ട് കാറിൽ നിന്ന് ആ ഒരു സിക്സാ മെഷീനും എടുത്ത് ഐസിനടുത്തേക്ക് വന്ന് സ്ക്വയർ ഷേപ്പിൽ അത് കട്ട് ചെയ്തിട്ട് അവൻ അങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ക്യാപ്റ്റൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അതുപോലെ ഹീറോയ്ക്കാണെങ്കിലും ബോധം വന്നിട്ട് ഹീറോ ആണെങ്കിലും തോക്കെടുത്ത് ലീയുടെ നേരെ ഇങ്ങനെ ചൂണ്ടുമ്പോഴത്തേക്കാണ് ഇവർക്ക് ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ ക്യാപ്റ്റന്റെ മകൾ എവിടെയാണെന്നുള്ള കാര്യം ലീക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ലീ പറയും, അവളെ എവിടെ വെച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും നിങ്ങളോട് പറയത്തില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടേക്ക് ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവൻ എന്തായാലും അപകടത്തിലാവും. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ ജോലി ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തരാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വേറെ നിവർത്തിയില്ലാതെ നമ്മുടെ ഹീറോ ആ ഒരു തോക്ക് താഴേക്കിടുമ്പോൾ അത് അവൻ തട്ടിക്കളയുകയും ചെയ്യുന്നു. എന്നാലും നമുക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ പെട്ടെന്ന് അവനോട് ചോദിക്കും, എല്ലാം ശരി, അല്ല നിനക്കെന്താ ഇതിൽ കാര്യം, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അടുത്തടുത്ത ടെസ്റ്റുകൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് ഒരു ഫയർ ആക്സിഡന്റിൽ ഇവന്റെ ഫാമിലി എല്ലാം മരിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ഫയർ ആക്സിഡന്റിന് കാരണം തന്നെ ആ ഒരു ഫാക്ടറി തുടങ്ങിയ 4 പാർട്ട്നേഴ്സ് ആയിരുന്നു. ഫാക്ടറിയിൽ നിന്നും ഇല്ലീഗലായിട്ട് ആ ഒരു പൈപ്പ് ലൈൻ വിട്ടിരുന്നല്ലോ, അതിനെപ്പറ്റി ഇവന്റെ നമ്മുടെ ലീയുടെ സഹോദരനെ അറിയാമായിരുന്നു. അത് മനസ്സിലാക്കിയാണ് അതാരോടും പറയാതിരിക്കാൻ വേണ്ടി ഇവന്റെ ഫാമിലിയെ കൊല്ലാനായിട്ട് ആ ഒരു 4 പേരും കൂടി തീരുമാനിച്ചത്. അതിൽ രക്ഷപ്പെട്ടതാണ് നമ്മുടെ ലീ. അതുകൊണ്ട് തന്റെ കുടുംബത്തെ കൊന്നവരെ വെറുതെ വിടത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ലീ ഇത്രയും വർഷം വെയിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ആ ഒരു ജൂണിനെ സാമിനെ വെള്ളത്തിനടിയിലേക്ക് കൊന്നിട്ടതും. അതുമല്ല മൂന്നാമത്തെ ആളെ കൊല്ലാനായിട്ട് ആ ഒരു ബേസ്മെന്റിൽ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ തന്നെയാണ്. പിന്നെ 4ാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ജാങ്ങിന്റെ വീട്ടിൽ ചെന്നിട്ട് അവന്റെ ആ ഒരു മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ അതെല്ലാം കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് ഇവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അവന്റെ മുഖം മാറ്റി എന്നോടൊപ്പം എന്റെ ബെസ്റ്റ് സുഹൃത്തായിട്ട് ഇത്രയും കാലം കഴിയുമായിരുന്നെന്ന് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവനെ കൊല്ലാനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നമ്മുടെ ലീ ഇങ്ങനെ പറയുന്നതും, ഷെടാ ഇത് നമ്മൾ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന രീതിയിലാണല്ലോ ഈ സ്റ്റോറി പോകുന്നത്. ജാങ് ആൾറെഡി തന്നെ പറഞ്ഞു സ്റ്റേഷനിൽ വന്നിട്ട് അവന്റെ ഫാമിലിയെ കൊന്നതുകൊണ്ടാണ് അവന്റെ കൂടെയുള്ള ആ ഒരു പാർട്ട്നേഴ്സിനെ ഇവൻ കൊന്നതെന്ന്. പക്ഷെ ഇപ്പൊ ലീ പറയുന്നത് ലീ ആണ് എല്ലാവരെയും കൊന്നതെന്ന്. നമുക്ക് വന്ന ഈ ഒരു കൺഫ്യൂഷൻ തന്നെ നമ്മുടെ ഹീറോയ്ക്കും ക്യാപ്റ്റനും വന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ലീ എന്താ ചെയ്യുന്നത് വെച്ചാല്
ജാങ്ങിനെ അങ്ങനെ തൂക്കിയെടുത്ത് ആ ഒരു വെള്ളത്തിലേക്ക് കൊണ്ട് ഇടാനായിട്ട് ഇങ്ങനെ വരുന്നതും അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഈ ഒരു ആക്സിഡന്റിൽ ലീക്കും ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തോക്ക് കാണിച്ച് ഇവരെ രണ്ടുപേരിലും നമ്മുടെ ഹീറോയും ക്യാപ്റ്റനും അവിടെ ഇരിപ്പുണ്ടല്ലോ, രണ്ടുപേരെയും വിളിച്ചിട്ട് ഇതേ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ വന്ന് എന്നെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. വേറെ നിവർത്തിയില്ലാതെ നമ്മുടെ ക്യാപ്റ്റന്റെ മകളെ കണ്ടുപിടിക്കണം, അതുകൊണ്ട് അവന്റെ അവിടെ പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ആണെങ്കിലും നടക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും എഴഞ്ഞെഴഞ്ഞ് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഹീറോ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ലീയുടെ കയ്യിലുള്ള ആ ഒരു തോക്ക് തട്ടിക്കളഞ്ഞ് അവനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ലീയുടെ കയ്യിൽ ആ ഒരു ഓർഫനേജിലുള്ള ഒരു നമ്പർ ഉണ്ടല്ലോ പച്ചകുത്തിയിരുന്ന ആ ഒരു നമ്പര് നമ്മുടെ ക്യാപ്റ്റൻ കാണുന്നതും ക്യാപ്റ്റൻ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിയ നമ്മുടെ ക്യാപ്റ്റൻ ആ ഒരു ഡോക്യുമെന്റ്സ് എല്ലാം അയച്ചു കൊടുത്തിരുന്നല്ലോ, അതിൽ നമ്മുടെ ക്യാപ്റ്റൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഓർഫനേജിലെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ആ ഒരു ഡീറ്റെയിൽസ് എങ്ങനെ ജാങ്ങിന്റെ വീട്ടിൽ വന്നു എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കാണ് ലീ അവന്റെ ആ ഒരു കഥ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, ഓർഫനേജിലെ അവന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത ഒരാള് അയാളാണെങ്കിൽ പിന്നീട് ലീയെ കാണാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു പച്ച കുത്തിയെന്ന് സത്യം പറഞ്ഞാല് നമ്മുടെ ലീക്ക് ആ ഒരു ഓർഫനേജിൽ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ലീയുടെ സുഹൃത്തായിട്ടുള്ള ജാങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ക്യാപ്റ്റന് മനസ്സിലായിട്ട് അത് നമ്മുടെ ലീക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും അവിടെയാണെങ്കിൽ ലീയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജാങ് പെട്ടെന്ന് ഇവരെ നോക്കിയിട്ട് ഒരു കാര്യം പറയും, എന്താണെന്ന് വെച്ചാല് നിന്റെ സഹോദരനും ഫാമിലിയും മരിക്കാനുള്ള കാരണക്കാരൻ ഒരിക്കലും ഞാനല്ല, ബാക്കി 3 പേരുമാണ്. അവർ 3 പേരും കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുമല്ലാതെ നീ ആദ്യമായിട്ട് ജൂണിനെ കൊന്നില്ലേ, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നീയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അതുമല്ല രണ്ടാമത്തെ ആ ഒരാളെ കൊന്നതിന് ശേഷം 3ാമത്തെ മാർക്കിനെ കൊല്ലാൻ പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ എന്റെ ഫാമിലിയെ കൊന്നതും അവർ തന്നെയാണ്. ആ ഒരു ദേഷ്യമുള്ളത് കൊണ്ടാണ് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്, നീ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനാണ് അവരെ രണ്ടുപേരെയും കൊന്നത്. അതേപോലെ തന്നെ മാർക്കിനെ കൊല്ലാൻ പോകുന്നതും ഞാൻ തന്നെയാണെന്ന് പോലീസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം വേഷം മാറി ഞാൻ ആ ഒരു ആശുപത്രിയിലേക്ക് ചെന്നത്. അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് നീ എന്തായാലും ഒരിക്കലും പിടിക്കപ്പെടത്തില്ലായിരുന്നു. കാരണം ഇതൊന്നും മനസ്സിലാക്കാതെ നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ മരിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നെ കൊന്നു കഴിഞ്ഞാല് നിനക്ക് സന്തോഷാവത്തില്ലേ? അതുമല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാല് ക്യാപ്റ്റന്റെ മകളെ നീ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ജാങ് സ്വയം ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടുകയും ചെയ്യുന്നു. അപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ലീ ആണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്, പ്ലീസ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ ആ ഒരു ഓർഫനേജിൽ സഹായിച്ചത്, പിന്നെ ഇത്രയും കാലം അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അവന്റെ കൂടെ തന്നെ കഴിഞ്ഞത്, ഒരു തെറ്റും ചെയ്യാത്ത ജാങ് തന്നെ അവനോടൊപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാല് അതുകൊണ്ട് തന്നെ നമ്മുടെ ലീ നല്ല രീതിയിൽ കരയുന്നത്. പക്ഷേ ജാങ് വെള്ളത്തിലേക്ക് വീഴുന്നതും നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാതെ ഓടി വന്നിട്ട് വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അങ്ങനെ ക്യാപ്റ്റൻ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി വന്നിട്ട് ജാങ്ങിനെ പൊക്കിയെടുത്ത് മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ നടക്കുന്നില്ല. കാരണം ഒന്ന് നല്ല വെയിറ്റ്, രണ്ടാമത് നല്ല തണുപ്പ്, ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല രീതിയിൽ പരിക്കും പറ്റി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും മരിക്കും എന്നുള്ള അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കൈ വെള്ളത്തിനടിയിലേക്ക് ഇങ്ങനെ വീഴാണ്. ആരാണെന്ന് വെച്ചാല് അത് നമ്മുടെ ലീ. എന്നിട്ട് ഇവരെ രണ്ടുപേരെ വലിച്ച് മുകളിലേക്കാക്കി. നമ്മുടെ ലീ നേരെ ഇപ്പോൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. അതുമല്ല ക്യാപ്റ്റനെയും ജാങ്ങിനെയും ഹീറോയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ലീ പറയുന്നത്, ഇതേപോലെ ക്യാപ്റ്റന്റെ മകളെ ഈ ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്, അവൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇത്രയും വരെ കൊന്ന ഞാൻ ഇനി ഒരിക്കലും ജീവിക്കാനായിട്ട് അർഹനല്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ തീരാൻ പോവാണ്. ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് ഹീറോ മൂലം എല്ലാവരോടും പറയണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ലീ ആണെങ്കിലും സ്വയം വെള്ളത്തിനടിയിലേക്ക് വീണ് അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ 3 പേരും രക്ഷപ്പെട്ട് നേരെ കരയിലേക്ക് വന്നിങ്ങനെ കിടക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.